ഇന്നത്തെ യാത്ര നമ്മൾ കോൾച്ചസ്റ്ററിൽ നിന്ന് പിന്നറിലേക്കുള്ള യാത്രയാണ് നമ്മൾ പോണത്. ഒരു വണ്ടി വാങ്ങാൻ പോയ കഥ. ഒരു വണ്ടി നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ കണ്ടിട്ട് നമ്മൾ ആ വണ്ടി നോക്കാനായിട്ട് പോവുകയാണ് കോൾച്ചസ്റ്ററിൽ നിന്ന്. അപ്പോൾ കോൾച്ചസ്റ്ററിൽ നിന്ന് നമ്മൾ ട്രെയിനാണ് പോണത്. അപ്പോൾ ട്രെയിനിൽ സാധാരണ ഡയറക്റ്റ് ലണ്ടൻ ലിവർപൂളിലേക്ക് ട്രെയിൻ ഉണ്ടാവേണ്ടതാണ്, പക്ഷേ അന്നത്തെ ദിവസം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ വിഥമിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ബസ്സിനാണ് പിന്നെ ലണ്ടൻ ലിവർപൂളിലെത്തിയത്. അപ്പോൾ ലണ്ടൻ ലിവർപൂളിൽ അണ്ടർഗ്രൗണ്ട് ട്രെയിനിലാണ് നമ്മൾ പിന്നറിലേക്ക് എത്തേണ്ടത്. അപ്പം നമ്മൾ പിന്നറിലെത്തി. അപ്പോൾ നമുക്ക് തന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വില്ലേജ് ഷോ ഒക്കെ നടക്കുന്ന അവിടെയായിരുന്നു ലൊക്കേഷൻ തന്നിരുന്നത്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെ അവിടെ നിന്ന് കയറുമ്പം കോൾച്ചസ്റ്ററിൽ നിന്ന് കയറുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറിയെന്ന് പറഞ്ഞു. അപ്പോഴും അവർ തന്ന അഡ്രസ്സിൽ മാറ്റം ഉണ്ടെന്നോ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓക്കെ, നമ്മളെന്നാൽ അവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് കുറേ നേരം റിപ്ലൈ ഒന്നും കാണാത്തപ്പം എന്നാൽ പിന്നെ ഈ വില്ലേജോട് അവിടെ ഹിന്ദി പാട്ടൊക്കെ കേട്ടപ്പോൾ എന്താ സംഭവം എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ എല്ലായിടത്തും ഒന്ന് പോയി കറങ്ങുമായിരുന്നു. അപ്പോൾ കറങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ നമ്മൾ എന്താ പറയുന്നത് ലൈവായിട്ട് പിസയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടു. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ അവരുടെ ഇനിയിപ്പം നമ്മൾ പണി പാളിയാ, ചുമ്മാ നമ്മളെ പറ്റിച്ചതാണോ എന്നൊക്കെ വിചാരിച്ചു, വെറുതെ വന്നു എന്നൊക്കെ വിചാരിച്ച് റിപ്ലൈ ഒന്നും കാണാതെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് റിപ്ലൈ തന്നു. അപ്പോൾ വേറൊരു ലൊക്കേഷൻ തന്നു, പോസ്റ്റ് കോഡ് തന്നിട്ട് പറഞ്ഞു അവിടെ ചെല്ലാൻ. അപ്പോൾ നോക്കിയപ്പോൾ അത് അരമണിക്കൂറോളം ദൂരമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞതാണല്ലോ, അപ്പോൾ എങ്കിലും നിങ്ങൾക്ക് മാറ്റി പറയാമായിരുന്നു ലൊക്കേഷൻ വേറെയാണെന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഡയറക്റ്റ് ചെല്ലാമായിരുന്നു. ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെയും അങ്ങോട്ട് പോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർ പറയുകയാണ് പിന്നറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്ഥലമുണ്ട്, അപ്പോൾ അതല്ല ലൊക്കേഷൻ. അപ്പോൾ അവർക്ക് അറിയാവുന്നതാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു സ്ഥലം എന്ന് പറയുമ്പം നമ്മൾ ആക്ച്വലായിട്ടുള്ള നമ്മൾ പോസ്റ്റ് കോഡും കാര്യങ്ങളുമാണ് കൊടുക്കാറ്. അപ്പോൾ അല്ലാതെ വേറെ സ്ഥലത്തല്ല കൊടുക്കുന്നത്. അപ്പോൾ വന്നതിന് ശേഷം കഴിഞ്ഞിട്ട് പിന്നെ അവരങ്ങനെ പറയുന്നത് അവരെ ആണ് വണ്ടിയായിട്ട് വേണം വരേണ്ടത്. അപ്പോൾ എന്നിട്ട് അവർക്ക് അന്നേരം പിന്നെ ഞാൻ ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേക്ക് അവർ നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളിങ്ങോട്ട് വരുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും എന്നാണ്. അപ്പോൾ നിങ്ങളെ വർത്തമാനം കേട്ടിട്ട് നിങ്ങൾ വണ്ടി വാങ്ങാനുള്ള ഉദ്ദേശമില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നവരോട് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്തിട്ടാണല്ലോ വണ്ടി മേടിക്കുന്നത്. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടി വണ്ടി വാങ്ങേണ്ട കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മളിപ്പോൾ പോകണില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോഴത്തേക്ക് അവരെന്നെ ബ്ലോക്ക് ചെയ്തു. പിന്നെ അങ്ങോട്ട് ഞാൻ പറഞ്ഞതിനൊന്നും മെസ്സേജ് അവർ കണ്ടതുമില്ല. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി ഞാൻ പറഞ്ഞ മെസ്സേജ് അവർ കാണാത്തതിന്. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ്, അല്ലാതെ വണ്ടി കിട്ടാത്തതിൻ്റെ വിഷമമൊന്നും അല്ലായിരുന്നു. അവർക്ക് ആ പറഞ്ഞതിനുള്ള മറുപടി കൊടുക്കാത്തതിൻ്റെ വിഷമമായിരുന്നു. പിന്നെ ആ വിഷമം തീർക്കാനായിട്ട് ഞാൻ പിന്നെ കുറച്ച് റീൽസിന് വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും കോൾച്ചസ്റ്ററിലേക്ക് എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ബൈ ബൈ.